ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ്. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമായ എംപയർ മോട്ടോഴ്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് റോയൽ എൻഫീൽഡ് വണ്ടികൾ ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല, ട്യൂബ്ലെസ് ടയർ വണ്ടികൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ്. നിങ്ങളുടെ വണ്ടിയുടെ ടയർ ട്യൂബ്ലെസ് ആണെങ്കിൽ അത് പഞ്ചറായി കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് പഞ്ചർ ഒട്ടിക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ട്യൂബ്ലെസ് ടയർ പഞ്ചർ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ആദ്യമേ തന്നെ വേണ്ടത് ഈ കാണുന്ന പോലത്തെ ഒരു പഞ്ചർ കിറ്റാണ്. ഇനി ഇതിൻ്റെയൊക്കെ പേര് നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ നടുക്കിരിക്കുന്ന ടൂളിൻ്റെ പേരാണ് റീമർ. ഇതിൻ്റെ എല്ലാ ഉപയോഗം നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ പരിചയപ്പെടാം. ഇടതുവശത്ത് ഇങ്ങ് അറ്റത്തായിട്ടിരിക്കുന്ന ഈ ടൂളാണ് നോസ് പ്ലെയർ. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഈ കാണുന്ന ടൂളാണ് പഞ്ചർ സ്ട്രിപ്പ് ഇൻസേർഷൻ ടൂൾ. അത് കഴിഞ്ഞ് ഈ കാണുന്നതാണ് പഞ്ചർ സ്ട്രിപ്പ്. അത് കഴിഞ്ഞ് ഈ കാണുന്നത് നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ഒരു നൈഫ് കട്ടറാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ട്യൂബ്ലെസ് ടയറിൽ പഞ്ചർ ഒട്ടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഇത് യൂസ് ചെയ്ത് ട്യൂബ്ലെസ് ടയറിൽ പഞ്ചർ ഒട്ടിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ തന്നെ വണ്ടി സെന്റർ സ്റ്റാൻഡിലേക്ക് ഇട്ട് വെക്കുക. അത് കഴിഞ്ഞ് ടയർ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യുക. ഏത് ഭാഗത്താണ് പഞ്ചറിന് കാരണമായിട്ടുള്ള ആ ഒരു വസ്തു തറച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുക. പഞ്ചറിന് കാരണമായിട്ടുള്ള വസ്തു തറച്ചിരിക്കുന്ന സ്ഥലം കണ്ടെത്തിയതിനു ശേഷം നമുക്കത് ടയറിന് റിമൂവ് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അവിടെയാണ് നമുക്ക് നോസ് പ്ലെയറിന്റെ ഉപയോഗം വരുന്നത്. ഈ കാണുന്നത് പോലെ നോസ് പ്ലെയർ യൂസ് ചെയ്തുകൊണ്ട് തറച്ചിരിക്കുന്ന ആണി അല്ലെങ്കിൽ കമ്പി നമുക്ക് എളുപ്പത്തിൽ ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് ആണി ഊരിയെടുത്ത ഭാഗത്തേക്ക് ഈ കാണുന്ന റീമർ ടൂൾ കയറ്റി വെക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ റീമർ ടൂൾ ഇറക്കി വെക്കുന്നത് നമ്മുടെ ടയറിന്റെ എയർ ലീക്കേജ് തടയുന്നതാണ്. ടയറിൽ ബാക്കിയുള്ള എയർ പുറത്തു പോകാതെ ടയറിൽ തന്നെ നിൽക്കുന്നതാണ്. പഞ്ചർ ഏരിയ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് നമ്മുടെ പഞ്ചർ സ്ട്രിപ്പിന്റെ കവർ പൊട്ടിച്ച ശേഷം ഒരു സ്ട്രിപ്പ് എടുക്കാവുന്നതാണ്. അത് നമ്മുടെ പഞ്ചർ സ്ട്രിപ്പ് ഇൻസേർഷൻ ടൂളിലേക്ക് സൂചിയിൽ നൂൽ കോർക്കുന്നത് പോലെ കയറ്റി വെച്ച് കൊടുക്കാവുന്നതാണ്. ഈ സ്റ്റെപ്പെല്ലാം എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞ് സ്ട്രിപ്പ് ഇൻസേർഷൻ ടൂളിലേക്ക് ഈ കാണിക്കുന്നത് പോലെ തന്നെ താത്ത് വെച്ച് കൊടുക്കേണ്ടതാണ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്കാണ് കടക്കുന്നത്. നമ്മൾ നേരത്തെ കയറ്റി വെച്ചിരുന്ന റീമർ ഊരി മാറ്റിയതിനു ശേഷം ആ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ സ്ട്രിപ്പ് കയറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു ഇൻസേർഷൻ ടൂൾ ഇറക്കി കൊടുക്കേണ്ടത്. അത്യാവശ്യം കുറച്ച് ബലം ഉപയോഗിച്ച് ഇൻസേർഷൻ ടൂൾ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. സ്ട്രിപ്പ് ഒരു മുക്കാൽ ഭാഗത്തോളം ടയറിന്റെ ഉള്ളിൽ ആയതിനു ശേഷം ഇൻസേർഷൻ ടൂൾ പയ്യെ കറക്കി ബാക്കിലേക്ക് വലിച്ച് ഊരി എടുക്കാവുന്നതാണ്. ഇൻസേർഷൻ ടൂൾ ഊരിയെടുത്തു കഴിഞ്ഞാൽ സ്ട്രിപ്പിന്റെ ഇത്രയും ഭാഗം പുറത്തേക്ക് നിൽക്കുന്നതാണ്. അത് ചെറിയൊരു നൈഫ് ഉപയോഗിച്ച് ഈ കാണിക്കുന്നത് പോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഏതെങ്കിലും ടയർ ഷോപ്പിൽ എത്തിയതിനു ശേഷം എയർ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.